ഹലോ ഗായ്സ്, നമുക്ക് നല്ല അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കാം. കുടംപുളി ഇട്ട മീൻകറിയും അതുപോലെ തന്നെ മാൽദീവിയൻ സ്റ്റൈൽ ഗോതമ്പ് ദോശ. ഇതിപ്പം ഞാനല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, എൻ്റെ വൈഫാണ് ഉണ്ടാക്കുന്നത്. വൈഫ് ഇവിടെ ഒരു 2 കൊല്ലത്തിന് മുമ്പേ കുറച്ച് മാസങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. എനിക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇത് റെഫറൻസ് ആയിട്ട് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് എനിക്ക് ഇതുപോലൊരു മീൻകറി കൂട്ടി കഴിക്കണം. നാട്ടിലേക്ക് പോകാറായി, അതിൻ്റെ കൊതി കൂടി വരുന്നു. അതിപ്പോൾ ഓർത്തപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുകയോടെ ചെയ്യുകയാണ്. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലെ എനിക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. മാത്രമല്ല നിങ്ങൾക്കും കാണാം ഇവിടുത്തെ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലോ കേരളത്തിൽ കിട്ടുന്ന പോലെ നമുക്ക് അത്രയും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളത് ഈ ചെറിയ ചെറിയ ഐലൻഡുകളിൽ, അതായത് മാൽദീവ്സിലെ ചെറിയ ചെറിയ ദ്വീപുകളിൽ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ദ്വീപിൽ കിട്ടുന്ന സ്പൈസസ് ആയാലും അതുപോലെ തന്നെ കറി പൗഡേഴ്സ് ആയാലും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. 1-2 കമ്പനി പോലെ കാണത്തുള്ളൂ. ചില വലിയ ഐലൻഡുകളിൽ കുറച്ചുകൂടെ ഓപ്ഷൻസ് കാണും. പക്ഷെ ഞാൻ താമസിക്കുന്ന ഒരു ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1 കിലോമീറ്റർ ചുറ്റളവാണ്. അപ്പം അവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ മീൻ കറിയാണ് നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മീൻ വെച്ചുള്ള വിഭവങ്ങളാണ് കൂടുതലും. കാരണം ചിക്കനും അതുപോലെ തന്നെ ബീഫും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആരും കോഴിയെ വളർത്തുന്നോ അല്ലെങ്കിൽ പോത്തിനെ വളർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ ദ്വീപിനകത്ത് ഒരു ആട് പോലും ഇല്ല. വല്ലപ്പോഴും ചില ലവ് ബേർഡ്സും ഒക്കെ നമ്മൾ കണ്ടാറുണ്ട്. പിന്നെ പൂച്ചയാണ് മെയിനായിട്ട് ഇവിടെ പലരുടെയും പെറ്റ്. അറിയാമല്ലോ, ഇതൊരു മുസ്ലിം കൺട്രിയാണ്. അതുകൊണ്ട് ഡോഗ്സിനെ ഇവിടെ അലൗഡ് അല്ല. ഇവിടെ അതിനെ നമുക്ക് കാണാനും പറ്റത്തില്ല. പിന്നെ എന്തായാലും നമ്മളിപ്പം തേങ്ങ വറുത്തരച്ചു. ഇതിപ്പം കുടംപുളി ഇട്ടുള്ള പരിപാടിയാണ്. അടിപൊളി ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പല കറി പൗഡറുകളും നാട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലും അച്ചാറുകൾ പോലും കിട്ടും എങ്കിലും ഇതെല്ലാം ആച്ചി എന്ന് പറയുന്നൊരു തമിഴ്നാടൻ കമ്പനിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ കാണും. പിന്നെ ഈസ്റ്റേണിൻ്റെ ചില കറി പൗഡറുകളൊക്കെ കാണും. അത് പക്ഷേ എല്ലായ്പ്പോഴും ഉണ്ടെന്നും വരത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ചില കറി പൗഡറുകളുടെ ആയാലും ചില സ്പൈസസിൻ്റെ ആയാലും ഒന്നും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഫുഡൊക്കെ നമുക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകും. ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ. കാരണം ജോലിയുടെ സ്ട്രെസ്സും കുക്കിങ്ങിൻ്റെ ടൈമിങ്ങും ഒന്നും ചിലപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് സെറ്റായെന്ന് വരത്തില്ല. അത് മാൽദീവ്സിൽ നമുക്ക് പലപ്പോഴും, പ്രത്യേകിച്ചും ഒരു ജെൻ സ്റ്റാഫിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലേഡീസിന് പക്ഷേ ഇതിന് അത്രയൊന്നും ബുദ്ധിമുട്ടല്ല. അവർ ഭയങ്കര സ്പീഡിലാണ് കുക്ക് ചെയ്യുന്നത്. ചില ലേഡീസ് ടീച്ചേഴ്സിനെ പോലെ തന്നെ ജെൻ സ്റ്റാഫ് നല്ല അടിപൊളിയായിട്ട്, സാറുമാരെല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ഭയങ്കര സ്പീഡിൽ. പക്ഷേ ഞാൻ അത്ര സ്പീഡിൻ്റെ ആളല്ല. കുക്കിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ വളരെ ടൈം എടുത്താണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. വൈഫ് ഉണ്ടായിരുന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും എല്ലാം പടപടയുന്ന കാര്യങ്ങളെല്ലാം നടക്കുമായിരുന്നു. രാത്രി 11 മണിക്കായാലും എനിക്ക് എന്താ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1.5 മണിക്കൂർ കൊണ്ടോ 3 മണിക്കൂർ കൊണ്ട് എനിക്കെല്ലാം ഉണ്ടാക്കി തരും. ഇതേ സാധനം ഞാൻ ഉണ്ടാക്കണമെങ്കിൽ 3 മണിക്കൂറെങ്കിലും ചിലപ്പോൾ എനിക്ക് വേണ്ടിയെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇട്ടേക്കുന്നത് തെലുലീഫിയാണ്. തെലുലീഫി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്ഥിരം സാധനമാണ്. മിക്ക കടകളിലും ഉണ്ട്. പാക്കറ്റിനകത്ത് ഒരു മുരിങ്ങയിലും അതുപോലെ തന്നെ ടൂണയൊക്കെ ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അത് വെച്ചുണ്ടാക്കുന്ന ഗോതമ്പ് ദോശ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നാട്ടിലായാലും എവിടെ ആയാലും.